നമസ്കാരം. നമ്മുടെ നാട്ടിലെ പാകിസ്ഥാൻ ആരാധകർക്കല്പം വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. പാകിസ്ഥാനിൽ മറ്റൊരു ബാലാക്കോട്ട് മോഡൽ ആക്രമണം നടന്നിരിക്കുന്നു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ആക്രമണം നടന്നത്. ബാലാക്കോട്ടെന്ന് കേൾക്കുന്നതുകൊണ്ട് ഭാരതമാണ് അവിടെ ആക്രമണം നടത്തിയതെന്ന് കരുതേണ്ടതില്ല. ഇത് ഇറാൻ്റെ വക ആക്രമണമാണ്. ഇറാൻ ബലൂചിസ്ഥാൻ പ്രോവിൻസിലെ ഒരു ഭീകരവാദികളുടെ താവളം ആക്രമിക്കുകയും മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കുകയും അവിടെ നിരവധി പേരെ വകവരുത്തുകയും ചെയ്തു എന്നാണ് വാർത്ത. പാകിസ്ഥാൻ പറയുന്ന അവിടെ ആരെയും വകവരുത്തിയിട്ടില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 3 പേർ മാത്രമാണ് അവിടെ മരിച്ചതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ബാലാക്കോട്ടിൽ ഭാരതം ആക്രമണം നടത്തുകയും അവിടുത്തെ തീവ്രവാദി സംഘങ്ങളുടെ ഒരു 3 ബാച്ച് തീവ്രവാദികളെ ഒറ്റയടിക്ക് തീർക്കുകയും ചെയ്തപ്പോഴും പാകിസ്ഥാൻ പറഞ്ഞു അവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. 2 ദിവസം കൊണ്ട് അവിടുത്തെ സ്ഥിതി ഒക്കെ ഒന്ന് മാറ്റിമറിച്ച് ഒരു മേക്കപ്പ് പോലെ അവിടെ മുഴുവൻ റെഡിയാക്കിയിട്ട് പത്രപ്രവർത്തകരെയും കൊണ്ട് അവിടെ പോയി ഒക്കെ കാണിച്ചു കൊടുത്തു. കുറേ പൈൻ മരങ്ങൾ മാത്രമാണ് വീണതെന്നായിരുന്നു അന്ന് പാകിസ്ഥാൻ്റെ ഭാഷ്യം. ആ പൈൻ മരങ്ങളുടെ പരാമർശം ഏറ്റെടുത്ത് ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൽ തന്നെ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെ കളിയാക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്രമാണ്. പക്ഷേ പിന്നീട് എല്ലാവർക്കും മനസ്സിലായി പൈൻ മരങ്ങൾ മാത്രമല്ല അവിടെ വീണത്, മറിച്ച് തീവ്രവാദി ക്യാമ്പുകൾ ആക്രമിക്കപ്പെട്ടു, തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്ന്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബെസ്റ്റ് ടൈമാണ്. എല്ലാ അർത്ഥത്തിലും എല്ലാവരിൽ നിന്നും അടിമേടിക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഭീകരവാദത്തെ വളർത്തുകയും ഭീകരവാദികളെ ഉപയോഗിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ തന്നെ നയമാക്കി മാറ്റുകയും ചെയ്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ പാകിസ്ഥാനോട് ഒരു ശത്രുതാ മനോഭാവമാണ് വെക്കുന്നത്. അത് ഭാരതം മാത്രമല്ല. ഒരു വശത്ത് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാൻ കരുതിയത് അത് ഇന്ത്യ വിരുദ്ധ സർക്കാരായി മാറും എന്ന് മാത്രമല്ല, ഞങ്ങളാണ് ഈ സർക്കാരിനെ കൊണ്ടുവന്നത് എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു പാകിസ്ഥാൻ്റെ പെരുമാറ്റം. ISIയുടെ ചീഫ് അവിടെ പോകുന്നു, അദ്ദേഹം കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു എന്നൊക്കെയുള്ള കാഴ്ചകളാണ് നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ കണ്ടത്. പക്ഷേ പിന്നീട് അഫ്ഗാനിസ്ഥാൻ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ നയം മാറ്റുകയും പാകിസ്ഥാൻ അങ്ങനെ ഞങ്ങളുടെ മുകളിൽ വലിയേട്ടൻ കളിക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ കൃത്യമായി മറുപടി കൊടുക്കുകയും എന്ന് മാത്രമല്ല ഭാരതവുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. അപ്പോൾ ഒരു വശത്ത് പാകിസ്ഥാനുണ്ട്, മറുവശത്ത് ഇറാനുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. ഇറാനും പാകിസ്ഥാനിൻ്റെയും ബോർഡർ ഏതാണ്ട് 953 കിലോമീറ്റേഴ്സ്, ഏതാണ്ട് 1000 കിലോമീറ്ററോളം ബോർഡറുണ്ട് പാകിസ്ഥാനും ഇറാനും തമ്മിൽ. ആ ബോർഡറിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഷിയ സുന്നി പ്രശ്നമാണ് ഏറ്റവും വലിയ ഇഷ്യൂ. നമുക്കറിയാം, ഒരു ഇസ്ലാമിക ലോകത്തിൻ്റെ ഒരു രീതി അറിയാം. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഒരു ആധിപത്യമുണ്ടെങ്കിൽ, ഭൂരിപക്ഷമുണ്ടെങ്കിൽ അവർ ന്യൂനപക്ഷങ്ങളോട് പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ്. അത് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്, അവരുടെ ആധിപത്യമുള്ള. അപ്പോൾ ഇവിടെ അങ്ങനെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് അവർ കാണുന്നത് ഷിയ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് സുന്നികൾ ശത്രുക്കളാണ്, സുന്നി ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ഷിയാക്കളും ശത്രുക്കളാണ്. അപ്പോൾ ഷിയ ഭൂരിപക്ഷമുള്ള ഇറാനിൽ സുന്നികൾ വലിയ കടുത്ത വിവേചനവും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും നേരിടുന്നു എന്നുള്ള പരാതി നേരത്തെ തന്നെയുണ്ട്. ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന ബലൂചിസ്ഥാനിലെ ആക്രമണം തന്നെ ചില പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയിട്ടുള്ള ഭീകരർ ISIയുടെ സഹായത്തോടുകൂടി തെക്ക് കിഴക്കൻ ഇറാനിൽ കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയ ഒരു ആക്രമണത്തിൻ്റെ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് വിളിക്കുന്ന ഇറാനിയൻ പട്ടാളം മിസൈൽ ആക്രമണം നടത്തിയത്. അന്ന് പാകിസ്ഥാൻ ഇറാനിനുള്ളിൽ നടത്തിയ ആക്രമണത്തിൽ, തീവ്രവാദി ആക്രമണമാണ്, അല്ലാതെ രാജ്യത്തിൻ്റെ കടന്നുകയറ്റമല്ല, തീവ്രവാദി ആക്രമണത്തിൽ ഏതാണ്ട് 100ഓളം പേർ മരിച്ചു എന്നാണ് പറയുന്നത്. അതിന് മറുപടിയായിട്ട് പാകിസ്ഥാനിനുള്ളിലേക്ക് കടന്നു കയറി മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു ഇറാൻ കഴിഞ്ഞ ദിവസം. ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ, കഴിഞ്ഞ രാത്രിയോ മറ്റോ ആണ് അത് സംഭവിച്ചത്. ഇപ്പോൾ ഒരു 15 മണിക്കൂറായിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ അത് ബെസ്റ്റ് ടൈമാണെന്ന് പറഞ്ഞത് തമാശ ആയിട്ടാണെങ്കിലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു വലിയ തിരിച്ചടിയാണ്. 2 പ്രധാന കാരണങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് അകത്ത് കയറി ആക്രമിക്കാത്ത രാജ്യങ്ങളില്ല എന്ന് തന്നെ പറയാം, അവരുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ. ഒന്ന്, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പട്ടാളം
പാകിസ്ഥാൻ അതിർത്തിയിൽ മാത്രമല്ല അതിർത്തിക്കുള്ളിലും കടന്ന് പാകിസ്ഥാൻ്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആക്രമണം നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ സൈനികരെ കൊല്ലുന്നുമുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത് നടക്കുന്നുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതവും പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി പ്രദേശം എപ്പോഴും സംഘർഷഭരിതമാണ്. പാകിസ്ഥാൻ തീവ്രവാദികളെ ഭാരതത്തിനുള്ളിലേക്ക് അയക്കുന്ന അവരുടെ ഒരു നയമായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഭാരത സർക്കാർ അതിന് ചുട്ട മറുപടി കൊടുക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ആ പ്രദേശത്തും പാകിസ്ഥാൻ നന്നായി തന്നെ തിരിച്ചടി നേരിടുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾക്കറിയാം നേരത്തെ ബാലാക്കോട്ട് പോലെയുള്ള ബാലാക്കോട്ട് ആക്രമണം നടന്നത് പാക് അധിനിവേശ കാശ്മീരിൽ പോലുമല്ല, പാകിസ്ഥാൻ്റെ മെയിൻലാൻഡിലാണ്. ഇതെല്ലാം കടന്ന് ഏറ്റവും ഉള്ളിൽ ചെന്നാണ് ബാലാക്കോട്ട് ഈ ആക്രമണം നടത്തിയത്. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു. മൂന്നാമത്തേത് അമേരിക്കയാണ്. അമേരിക്ക അവരുടെ ഇഷ്ടം പോലെയാണ് അവരുടെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകളിൽ നിന്ന് പാകിസ്ഥാനിനുള്ളിലേക്ക് പാകിസ്ഥാനിലെ ഭീകരവാദി ഗ്രൂപ്പുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. ഒസാമ ബിൻ ലാദൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊന്നതുമൊക്കെ ചരിത്രമാണ്. അപ്പോൾ ഇങ്ങനെ രാജ്യങ്ങളെല്ലാം ഉള്ളിൽ കയറി അടിക്കുന്ന ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞു. പക്ഷേ അതിലും ഭീകരമാണ് രണ്ടാമത്തെ കാരണം. ഈ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ രാജ്യമാണെന്ന് പറയുന്നു, ഞങ്ങൾക്ക് വലിയ മിസൈൽ സിസ്റ്റമുണ്ട്, ഞങ്ങൾക്ക് ഡിഫൻസ് സിസ്റ്റമുണ്ട്, വിമാനവേധ തോക്കുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ആക്രമണങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ അറിഞ്ഞിട്ടില്ല. ബാലാക്കോട്ട് ആക്രമണം നടക്കുമ്പോൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും, പാകിസ്ഥാൻ്റെ എയർഫോഴ്സിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അവർ സാധാരണഗതിയിൽ രാത്രിയിൽ ഇട്ട ഒരു ട്വീറ്റാണ് അത്. നിങ്ങൾ ഉറങ്ങിക്കോളുക, ഞങ്ങളുണ്ട് നിങ്ങളുടെ സംരക്ഷണത്തിനായി എന്നായിരുന്നു ആ ട്വീറ്റ് ഇംഗ്ലീഷിൽ. ആ ട്വീറ്റ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് പാകിസ്ഥാൻ്റെ ഏറ്റവും ഉള്ളിൽ ചെന്നിട്ട് ബാലാക്കോട്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ചുണക്കുട്ടികൾ ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ അറിഞ്ഞില്ല. ഒസാമ ബിൻ ലാദനെ ക്കുന്നത് ഒരു സൈനിക താവളത്തിൽ നിന്ന് 1 കിലോമീറ്റർ, പാക് സൈനിക താവളത്തിൽ നിന്ന് 1 കിലോമീറ്റർ ഇപ്പുറത്താണ്. അയാളുടെ വീട്ടിൽ കയറി ചെന്ന് കൊല്ലുകയായിരുന്നു. അവിടെ ആക്രമണം നടത്തിയതും പാകിസ്ഥാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ മിസൈൽ ആക്രമണം, കഴിഞ്ഞ ദിവസം നടന്ന ഇറാൻ്റെ വക മിസൈൽ ആക്രമണത്തിൻ്റെ യാതൊരു സൂചനയും പാകിസ്ഥാൻ ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ അങ്ങനെ ഒരു വിവരം അറിഞ്ഞുമില്ല. പാകിസ്ഥാൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ എവിടെ പോയി എന്നിപ്പോൾ നാട്ടുകാർ ചോദിക്കുകയാണ്. അങ്ങനെ ശരിക്കും ഒരു കടലാസ് പുലി എന്ന നിലയിൽ പാകിസ്ഥാൻ എക്സ്പോസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇറാൻ്റെ ഈ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് ഉള്ളത്. ഇപ്പോൾ എന്തായാലും ആ പ്രദേശം വളരെ സംഘർഷഭരിതമാണ്. പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും ഈ ആക്രമണത്തിൻ്റെ കാര്യത്തിൽ ഇറാൻ ഒരു ക്ഷമാപണം നടത്തുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇനി നടത്തത്തില്ല എന്നവർ പറയുകയോ ചെയ്തിട്ടില്ല. കാരണം പാകിസ്ഥാനുള്ളിൽ നിന്നാണ് ഇറാന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പാകിസ്ഥാനുള്ളിൽ നിന്നാണ് അഫ്ഗാനിസ്ഥാന് പ്രശ്നം ഉണ്ടാകുന്നത്, പാകിസ്ഥാനുള്ളിൽ നിന്ന് ഉള്ള തീവ്രവാദികളാണ് ഭാരതത്തിലെമ്പാടും ഇത്രയും കാലം വലിയ തീവ്രവാദി ആക്രമണങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ഭീകരവാദത്തെ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം എത്ര നിസ്സഹായമായി ഇപ്പോൾ നോക്കി നിൽക്കുകയാണ് സ്വന്തം നെഞ്ചത്ത് കയറി ശത്രുക്കൾ ആക്രമണം നടത്തുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഭീകരവാദത്തെ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിന് തീർച്ചയായിട്ടും ഇത്തരമൊരു അനുഭവം എന്തായാലും ആദ്യമായിട്ടാണ്. 3 രാജ്യങ്ങളെങ്കിലും പാകിസ്ഥാനോട് കൃത്യമായി പാകിസ്ഥാനുള്ളിൽ ആക്രമണം നടത്തുന്നു. ഇനി പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി ചൈനയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എപ്പോഴും സ്വപ്നം കാണുന്ന ഒരു സിനേറിയോ ഉണ്ട്. ഒരു വശത്ത് നിന്ന് ചൈന ഭാരതത്തെ ആക്രമിക്കുമ്പോൾ മറുവശത്തു നിന്ന് ഞങ്ങൾ ഭാരതത്തെ ആക്രമിക്കുന്നു. അങ്ങനെ ഇരു കൂട്ടരുടെ ആക്രമണത്തിൽ ഭാരതം തകരുന്നു. ഇത് വർഷങ്ങളായി പാകിസ്ഥാനിലെ മിലിറ്ററി സ്കൂളുകളിലും ട്രെയിനിങ്ങിലും ഒക്കെ പറയുന്ന കാര്യമാണ്. ഒരു കാലം അങ്ങനെ വരുമെന്നാണ് അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരിക്കും ഭാരതത്തെ ആക്രമിച്ച് തോൽപ്പിക്കാമെന്നൊക്കെ വിശ്വസിക്കുന്ന പാക് പട്ടാളക്കാർ പോലുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ആണ് ഇന്ന് ഈ ഗതികേട് നേരിടുന്നത്. അവിടെ ചൈനയുടെയും കൂടെ റോള് പറയാം. ഇത്രയും ആക്രമണം നടന്നിട്ടും ചൈന ശക്തമായിട്ട് പാകിസ്ഥാന് വേണ്ടി ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഉയ്ഗുർ മുസ്ലിങ്ങൾക്ക്, ചൈനയെ അടിച്ചമർത്തുന്ന ഉയ്ഗുർ മുസ്ലിങ്ങൾ പലരും പാകിസ്ഥാനിൽ അഭയം തേടുന്നത് ചൈനയ്ക്ക് വലിയ നീരസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും അവസാനത്തെ വാർത്തകൾ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാലം ഒട്ടും നല്ലതല്ല എന്ന് മാത്രമല്ല, ഭാരതം പോലെ ഒരു രാജ്യത്തോട് ഇത്രയും കാലം ചെയ്തിരുന്ന കൊടും പാതകങ്ങൾ, നമ്മളുടെ നിരപരാധികളായ
നിരവധി സാധാരണക്കാരായ ജനങ്ങളാണ് പാകിസ്ഥാനിൽ ട്രെയിനിങ് എടുത്ത് ഭാരതത്തിൽ വന്ന് നാശം വിതച്ച ഭീകരവാദികളുടെ തോക്കിന് ഇരയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാലം കണക്ക് ചോദിക്കുമെന്നുള്ളത് വളരെ സത്യമാണ്. ഇപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടിക്കുന്ന ഒരു സർക്കാർ ഉള്ളതാണ് പാകിസ്ഥാൻ ഏറ്റവും വലിയ തിരിച്ചടിയായത്. ഇപ്പോൾ അതേ ഗണത്തിലേക്ക് ഇറാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ മാറുകയുമാണ്. എന്തായാലും വലിയ സാമ്പത്തിക ഞെരുക്കത്തിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാൻ്റെ ഗതി ഇനി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. നമസ്കാരം.